ഹലോ. നമ്മൾ കഴിഞ്ഞൊരു ചെറിയൊരു ക്ലാസ്സിനകത്ത് നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് അതിൻ്റെ ഒരു സബ്ട്രാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കുറയ്ക്കുക എന്ന് പറയും അല്ലേ. നേരത്തെ അഡീഷന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഹിൻറ്റുകൾ ഉണ്ടായിരുന്നു, ഇതുപോലത്തെ കുറച്ച് ഹിൻറ്റുകൾ. പക്ഷേ സബ്ട്രാക്ഷനിൽ ഇങ്ങനൊരു കാര്യം നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് എഴുതുന്നത് കഴിയില്ല. കുറച്ച് എക്സാമ്പിൾ വഴി ഇപ്പോൾ നെഗറ്റീവ് സബ്ട്രാക്ട് ചെയ്താൽ എന്താണ്, പോസിറ്റീവ് സബ്ട്രാക്ട് ചെയ്താൽ എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് സബ്ട്രാക്ഷനിൽ നേരത്തെ പറയാൻ കഴിയില്ല. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട്, കാരണം ഓരോ നമ്പേഴ്സിനും അത് വ്യത്യാസമുണ്ട്. ഇത്രയും എക്സാമ്പിളുകൾ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവിൻ്റെ സബ്ട്രാക്ഷൻസ് ഒക്കെ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് സാധാരണ 22 - 4 അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 22 - 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ഇനി ഇത് 22 മൈനസ് ആണ്, 4 മൈനസ് ആണ്. -22 - 4. ഇവിടെ ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ 22 - 4 മൈനസ് ചെയ്താൽ 18 ആണല്ലോ. അപ്പോൾ -22 - 4 മൈനസ് ചെയ്താൽ -18 എന്ന് എഴുതി വെക്കാറുണ്ട്. അത് -18 അല്ല കിട്ടുക. -22 - 4 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കുക. ഈ -22 എന്ന് പറഞ്ഞാൽ 22 റുപ്പീസ് നമുക്ക് കടമാണ്. അതിലേക്ക് തന്നെ വീണ്ടും ഒരു 4 റുപ്പീസ് കൂടെ നമുക്ക് കടമാണ്. അപ്പോൾ ടോട്ടലി അവിടെ ഒരു -26 അല്ലേ, 26 റുപ്പീസ് കടമായിട്ടാണ് വരിക. അപ്പോൾ ഈ രീതിയിൽ വേണം അത് എടുക്കാൻ. അല്ലാതെ -22 - 4 മൈനസ് ചെയ്താൽ -18 എന്ന് പറഞ്ഞേക്കരുത്. -22 എന്ന് പറഞ്ഞത് നെഗറ്റീവ് നമ്പറാണ്, -4 എന്ന് പറഞ്ഞത് നെഗറ്റീവ് നമ്പറാണ്. രണ്ട് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ ആൻസർ -26. ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല, അടുത്തടുത്ത് രണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആകും. ഇതങ്ങനെയല്ല. അപ്പോൾ 22 രൂപ കടം, 4 റുപ്പീസ് കടം, ടോട്ടലി 26 റുപ്പീസ് കടം. ഇനി ഇതിനകത്ത് ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നൊരു സംഭവം. രണ്ട് നെഗറ്റീവ് സൈന് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്ലസ് ആക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ 22 + 4 എന്ന് എഴുതാം. രണ്ട് നെഗറ്റീവ് നമ്പർ അടുത്തടുത്ത്, രണ്ട് നെഗറ്റീവ് നമ്പർ അല്ല, രണ്ട് നെഗറ്റീവ് സൈൻ ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മൈനസ് എന്ന് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന് പകരം നമുക്ക് പ്ലസ് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് 22 + 4 ആയി. ആൻസർ എത്ര കിട്ടും? 26. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കുക. -22 - -4. ഇവിടെയും രണ്ട് നെഗറ്റീവ് ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ -22 എഴുതിയതിന് ശേഷം ഈ രണ്ട് നെഗറ്റീവുകൾ നമുക്ക് പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം. ഇപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അഡീഷനായി അല്ലേ, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറിൻ്റെയും അഡീഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. അല്ലെങ്കിൽ 22 രൂപ കടമുള്ള ഒരാൾക്ക് 4 രൂപ കിട്ടി. അപ്പോൾ ഈ 22ലേക്ക് ആ 4 കൊടുക്കും, ബാക്കി അയാൾക്ക് 18 രൂപ കടം ഉണ്ടാകും. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ആൻസർ ഇവിടെ കിട്ടുക 22ലേക്ക് ഈ 22 രൂപ കടമുള്ളതിലേക്ക് 4 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് 18 രൂപ വീണ്ടും കടം ബാക്കിയാവും അല്ലേ. 18 രൂപ കടമായിട്ട് കിടക്കും. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈന്. ഓക്കെ, അടുത്തത് ഇവിടെ 4 - 22 കുറക്കാനാണ് പറഞ്ഞത്. 4 - 22 കുറക്കാൻ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കുറക്കാൻ ചെയ്യാം. 22 - 4 കുറക്കുന്നു. 22 - 4 കുറച്ച് കഴിഞ്ഞാൽ 18 കിട്ടും അല്ലേ. എന്നിട്ട് ഈ വലുതിൻ്റെ സൈന് കൊടുക്കുക, മൈനസ് കൊടുക്കുക. ഇത് ഈ രീതിയിലൊന്ന് എടുത്തു നോക്കിയാൽ 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളാകും. 4 എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ക്യാഷാണ്. -22 എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയ ക്യാഷാണ്. അപ്പോൾ 22 റുപ്പീസാണ് കടം, 4 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് പ്ലസ് ഉള്ളത്. അപ്പോൾ ഈ 4 രൂപ ഈ കടത്തിലേക്ക് കൊടുക്കും. കടത്തിലേക്ക് 4 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ കടം വീട്ടിയതിന് ശേഷം 18 രൂപ വീണ്ടും കടമായിട്ട് കിടക്കും. അപ്പം മൈനസാണ് ആൻസർ വരാം. ഇവിടെ വീണ്ടും നമ്മൾ കഴിഞ്ഞ ഇവിടെ ചെയ്തതുപോലെ തന്നെ 4 - -22ലെ ആ 4 രണ്ട് മൈനസുകളെ പ്ലസ് ആക്കിയിട്ട് എഴുതിയാൽ 22 എന്ന് എഴുതി ആൻസർ 26 ഇവിടെ കിട്ടിയ അതേ രൂപത്തിൽ തന്നെ ആൻസർ കിട്ടും. ഇനി ഇവിടെ -7 - -7 അത് ക്ലിയർ ആണ്. -7 നിന്ന് -7 കുറച്ചാൽ 0 ആണ് ആൻസർ കിട്ടുക. നമുക്ക് രണ്ട് നെഗറ്റീവുകൾ പോസിറ്റീവ് ആക്കി എഴുതി കഴിഞ്ഞാൽ -7 കഴിഞ്ഞിട്ട് ഈ അടുത്തടുത്തുള്ള രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആക്കി +7 എഴുതി. ഇപ്പോൾ ഒന്ന് 7, ഒന്ന് -7. അപ്പോൾ ടോട്ടലി 0 ആണല്ലോ അല്ലേ. 7 രൂപ കടമുണ്ട്, 7 രൂപ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 7 രൂപ എടുത്തിട്ട് ആ കടത്തിൽ 7 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കടം വീടും. പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, കടം കൊടുക്കാനുമില്ല, ഒന്നുമില്ല. അപ്പോൾ 0 ആണ്, ബാലൻസ് ചെയ്യും.
ഇനി ഇത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ കുറച്ച് നമ്പേഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചധികം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പോസിറ്റീവ് നമ്പേഴ്സൊക്കെ എടുക്കുക. പോസിറ്റീവ് നമ്പേഴ്സിൽ ഇത് പോസിറ്റീവ് നമ്പറാണ് 1, ഈ 2 പോസിറ്റീവ് നമ്പറാണ്, ഈ 5 പോസിറ്റീവ് ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 കിട്ടും. 3 + 5 8. ഓക്കെ. ഇനി നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് കടങ്ങളൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ 8 രൂപ കടം, 4 രൂപ കടം, 10 രൂപ കടം. അപ്പോൾ ടോട്ടലി 8, 4, 12 ആയി. 12 ആൻഡ് 10 22 റുപ്പീസ് കടം അല്ലേ. അപ്പോൾ അത് -22. അപ്പോൾ 8 - 22 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക? 22 രൂപ കടം, 8 രൂപ കയ്യിലുണ്ട്. അപ്പോൾ 8 എടുത്തിട്ട് 22ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു 14 റുപ്പീസ് അവിടെ കടമായിട്ട് കിടക്കും. ഈ രീതിയിലാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് സബ്ട്രാക്ഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അഡീഷനിലുള്ളതുപോലെ ഒരു റൂളായിട്ട് എഴുതാൻ കഴിയില്ലെങ്കിലും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷൻ്റെ ആ റൂളുകൾ തന്നെ ഏകദേശമൊക്കെ നമുക്ക് യൂസ് ചെയ്താലും ഇതും റെഡിയാകും. ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനാണ്, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.